guys, welcome back to my channel. So ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ബ്രൈഡ് സുഹൈനാൻ്റെ വെഡിങ് മേക്കപ്പ് ലുക്കാണ്. സോ വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഞാൻ ഫസ്റ്റ് തന്നെ ഐബ്രോസും അതേപോലെ കൺസീലിങ്ങും ചെയ്തായിരുന്നു. യൂസ് ചെയ്ത ഐഷാഡോ പാലറ്റ് ഹുദ ബ്യൂട്ടിയുടേതാണ്. അതിൽ ഒരു ഡാർക്ക് പിങ്ക് ഔട്ടർ കോർണറിലും ഇന്നർ കോർണറിലും കൊടുത്തിട്ട് ഒരു റസ്റ്റി ഓറഞ്ച് കൈൻഡ് ഓഫ് ഷിമ്മറാണ് ഞാൻ സെൻട്രലായിട്ട് അപ്ലൈ ചെയ്തത്. ഐഷാഡോ കംപ്ലീറ്റ് ആയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് ക്ലീൻ ആക്കുന്നുണ്ട്. കാരണം ഐഷാഡോ ചെയ്ത് കഴിഞ്ഞാൽ ഫോൾ ഔട്ട്സ് ഉണ്ടാവലുണ്ട്. ഷിമ്മേഴ്സ് ആയാലും പിഗ്മെൻറ്റ്സ് ആയാലും എല്ലാം ഫോൾ ഔട്ട്സ് ആയിട്ട് താഴെ കിടക്കും. അപ്പോൾ നമ്മൾ പ്രോപ്പർലി ക്ലീൻ ആക്കിയില്ലെങ്കിൽ അത് നമ്മൾ വരുന്ന സ്റ്റെപ്സിലെല്ലാം വരുന്ന നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നു, അതായത് ടോണറോ മോയ്സ്ചറൈസറോ എന്തെന്നെ ആയാലും അതിൻ്റെ കൂടെ മിക്സ് ആയി പോകും. സോ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കുന്നുണ്ട്. ടോണറായിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് മാക്കിൻ്റെ പ്രെപ്പ് ആൻഡ് ഫിക്സ് ആണ്. ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ വെയിറ്റ് ചെയ്യുന്ന ടൈം കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ലാഷസ് വെക്കല് ബ്രൈഡിന്. ലാഷിൽ നമ്മൾ ലാഷ് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ലാഷിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, യൂറോ പാരിസ് ബ്രാൻഡിൻ്റെ നമ്പർ 53 ലാഷാണ് ഞാൻ ഇപ്പം നമ്മൾ ബ്രൈഡിന് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടോണറെല്ലാം നന്നായിട്ട് സ്കിൻ അബ്സോർബ് ആയിട്ടുണ്ട്. ശേഷം ഞാൻ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഫേസിൽ എല്ലായിടത്തും നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യും. നമ്മൾ സ്കിൻ പ്രെപ്പിൻ്റെ ഓരോ സ്റ്റെപ്പിനിടയിലും കുറച്ച് ടൈം കൊടുക്കണം നമ്മളെ സ്കിന്നിന്. എന്നാലാണ് നമ്മളെ സ്കിന്നിലേക്ക് അത് നന്നായിട്ട് പിടിക്കുള്ളൂ. മോയ്സ്ചറൈസർ നന്നായിട്ട് സ്കിന്നിക്ക് പിടിച്ചതിൻ്റെ ശേഷം ഞാൻ പ്രൈമർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഹുദ ബ്യൂട്ടിയുടെ ജെൽ ടൈപ്പ് പ്രൈമറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം സ്ട്രോക്ക് ക്രീമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഹൈ പോയിൻറ്റ്സിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചീക്സിൽ അതേപോലെ നോസ്, ചിൻ ഏരിയ എല്ലാം ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി ജസ്റ്റ് നമുക്ക് അധികമായിട്ട് വരുന്ന പ്രോഡക്റ്റ് മാത്രം ജസ്റ്റ് ഫേസ് ഓൾ ഓവർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യും. ഓക്കെ, സ്കിൻ പ്രെപ്പിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കളർ കറക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ ബ്രൈഡിന് കണ്ണിൻ്റെ അടിയിലും അറൗണ്ട് ദ ലിപ്സും ജസ്റ്റ് ചെറുതായിട്ടൊരു പിഗ്മെൻറ്റേഷൻ ഉണ്ട്. സോ അതൊന്ന് ജസ്റ്റ് കളർ കറക്റ്റ് ചെയ്യുന്നുണ്ട്. നാസ് കോസ്മെറ്റിക്സിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് ഞാനിവിടെ ബ്രൈഡിന് അപ്ലൈ ചെയ്തിട്ടുള്ളത്. വളരെ ഡ്യൂയി ആയിട്ടുള്ള ബേസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണിത്. സോ ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു ക്രീം ബ്ലഷാണ് കൊടുക്കുന്നത്. കെ ബ്യൂട്ടിയുടെ ക്രീം ബ്ലഷാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബ്ലഷാണിത്. കാരണം നല്ല ഒരു എന്താ പറയുക, വിത്തിൻ ബ്ലഷിംഗ് എന്ന് പറയുമല്ലേ, അതേപോലെ ഒരു ഷെയ്ഡാണിത്. എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമാണ്. ആൻഡ് ക്രീം ബ്ലഷ് ആയതുകൊണ്ട് തന്നെ ഞാൻ കൈയിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ഞാൻ ബ്രഷ് വെച്ച് ചെയ്യാറുണ്ട്, ബട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം കൈ വെച്ച് ചെയ്യാറാണ്. കാരണം ചില സമയത്ത് ബ്രഷ് വെച്ച് ചെയ്യുമ്പം സ്ട്രീക്സ് വരുന്ന പോലെ ഒരു ഡൗട്ട് തോന്നലുണ്ട്. അപ്പം ഞാൻ കൈയിട്ടാണ് ബ്ലെൻഡ് ചെയ്യാറ്. അതാണ് കൂടുതൽ എനിക്ക് പേഴ്സണലി ഇഷ്ടം. ബട്ട് ബ്രഷ് കൊണ്ട് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പ്രിഫർ ചെയ്യുന്നവരുണ്ട്. ബ്ലഷ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹൂലയുടെ ബ്രോൺസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു ഷേപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മളെ മേക്കപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ PACയുടെ സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം സെറ്റിംഗ് സ്പ്രേ എല്ലാം അടിച്ചു സെറ്റാക്കി. അടുത്തത് നമ്മൾ ലിപ്സ്റ്റിക് ഇടാൻ പോവാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ലിപ്സ് നന്നായിട്ട് ലൈൻ ചെയ്തു. ശേഷം Forever 52 ബ്രാൻഡിൻ്റെ ഷോ സ്റ്റോപ്പർ സീരീസിലെ ഒരു ഷെയ്ഡാണ് ലിപ്സ്റ്റിക് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ശേഷം അതിന് മുകളിൽ നമ്മൾ നൈക്ക കോസ്മെറ്റിക്സിൻ്റെ മദ്രാസ് കാപ്പി എന്നുള്ളൊരു ഷെയ്ഡ് കൂടി കൊടുത്തിട്ടുണ്ട് ബ്രൈഡിന്. അപ്പോഴാണ് കറക്റ്റ് ഞാൻ ഉദ്ദേശിച്ച ആ ലിപ്സ്റ്റിക്കായി വന്നോളൂ. ഓക്കെ, ശേഷം ഞാൻ അണ്ടർ ഐസ് ചെയ്യേണ്ട ബ്രൈഡിൻ്റെ 2 കണ്ണിലും കാജലും ഇട്ടിട്ടുണ്ടായിരുന്നു. ഐസ് ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഷാർപ്പായിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്രിമ്പിങ് സെഷൻ കഴിഞ്ഞാൽ ഞാനെപ്പോഴും ബ്രൈഡ്സിൻ്റെ ഹെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കലുണ്ട്. ഏത് ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈലാണ് ബ്രൈഡിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് പോവാന്നൊന്ന് ജസ്റ്റ് പിടിച്ച് നോക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ സ്ട്രീക്സ് പോലെ ഹൈലൈറ്റ്സ് പോലെ കൊടുക്കുകയാണ് ചെയ്തത്. ശേഷം ഫ്രണ്ടിലേക്ക് ഹെയർ കേൾ ചെയ്തിട്ടു. അപ്പോൾ ഇതാണ് നമ്മളെ ബ്രൈഡിൻ്റെ ഫൈനൽ ലുക്ക്. ഒരു ഗ്ലോയി മേക്കപ്പ് ലുക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഹെയർ ആണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ളൊരു അപ്ഡു വിത്ത് ഫ്രണ്ട് കേൾസ് ആണ് ചെയ്തിട്ടുള്ളത്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. ആൻഡ് താങ്ക് യു സുഹൈന ഫോർ ഹാവിങ് മീ ഓൺ യുവർ ബിഗ് ഡേ. താങ്ക് യു ഫോർ ചൂസിങ് us.
സുഹൈന വെഡ്ഡിങ് ഡ്രസ്സ്, അതേപോലെ നമ്മളെ റെൻ്റൽ ഓർണമെൻറ്റ്സ് എല്ലാം തന്നെ നമ്മളെ സ്റ്റുഡിയോയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ചൂസിങ് അസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതണേ, കാരണം ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ടു ഇംപ്രൂവ് മൈ സെൽഫ്. ഓക്കെ, സോ പ്ലീസ് ഡു ദാറ്റ്. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് അടിക്കണം, ആൻഡ് ഓൾസോ ഡു സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്, ലവ് യു, ബൈ.